ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം ശ്ലോകം 14. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാപായിനോ നിത്യാഃ സ്ഥാം സ്ഥിതിക്ഷസ്വ ഭാരത. ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മോട് ആത്മാവ് നിത്യമാണ്, നാശം സംഭവിക്കാത്തതാണ്, ദുഃഖത്തിൻ്റെ ആവശ്യകതയില്ല എന്ന് അരുളി ചെയ്തു. സുഖം ദുഃഖം ഈ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ടല്ലോ. ഇവയ്ക്കുള്ള പരിഹാരമാണ് 14-ാം ശ്ലോകത്തിലൂടെ പറയുന്നത്. ഭഗവാൻ പറയുകയാണ്, അല്ലയോ കൗന്ദേയ, മാത്രാസ്പർശങ്ങൾ ശീതോഷ്ണ സുഖദുഃഖങ്ങളെ നൽകുന്നവയാണ്. അവ വന്നു പോകുന്നവയും അനിത്യവുമാണ്. അല്ലയോ ഭാരത, അവയെ നീ തിദിക്ഷ ചെയ്താലും. ഭഗവാൻ അർജുനനെ കൗന്ദേയനെന്നും ഭാരതനെന്നും ഈ ശ്ലോകത്തിൽ വിശേഷിപ്പിക്കുന്നു. മാത്രാസ്പർശങ്ങൾ എന്നാൽ ഇന്ദ്രിയ വിഷയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളാൽ നാം അനുഭവിക്കുന്ന വിഷയങ്ങൾ ശീതവും ഉഷ്ണവും സുഖവും ദുഃഖവും നൽകുന്നവയാണ്. ശീതമെന്നാൽ തണുപ്പ്, ഉഷ്ണം ചൂട്. ശീതോഷ്ണങ്ങൾ ആപേക്ഷികങ്ങളാണ്, ഇവ വന്നു പോകുന്നവയാണ്. അതുപോലെ തന്നെയാണ് സുഖദുഃഖങ്ങളും. ഇന്ദ്രിയങ്ങൾക്ക് അനുകൂലമായ അറിവ് ലഭിക്കുമ്പോൾ സുഖവും പ്രതികൂലമായ അറിവ് ലഭിക്കുമ്പോൾ ദുഃഖവും ഉണ്ടാകുന്നു. ഉദാഹരണമായി, കണ്ണ് എന്ന ഇന്ദ്രിയം നല്ല കാഴ്ച കാണുമ്പോൾ സന്തോഷവും ദുഃഖകരമായ കാഴ്ച കാണുമ്പോൾ ദുഃഖവും നൽകുന്നു. ഇതുപോലെ തന്നെയാണ് ഓരോ ഇന്ദ്രിയങ്ങളും. വിഷയസ്പർശത്താൽ സുഖദുഃഖാദികൾ നൽകുന്നു. സുഖദുഃഖാദികൾ അനിത്യമാണ്. അനിത്യമെന്നാൽ സ്ഥിരമല്ല, നിത്യമല്ല, വന്നു പോകുന്നവയാണ്. ഇവയെ തിദിക്ഷ ചെയ്താലും എന്ന് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നു. താൻ തിദിക്ഷസ്വ ഭാരത. ഹേ ഭാരത, അവയെ സഹിക്കൂ. തിദിക്ഷസ്വ എന്നാൽ സഹിച്ചാലും. എങ്ങനെ സഹിക്കണമെന്നാണ്? സുഖസാഹചര്യങ്ങളിൽ അഹങ്കരിക്കാതെയും ദുഃഖ സാഹചര്യങ്ങളിൽ പ്രതികാരബുദ്ധിയോ വിലാപമോ ഇല്ലാതെ സഹിക്കാനുള്ള ആന്തരികമായ കഴിവാണ് തിദിക്ഷ എന്ന് ശങ്കരാചാര്യസ്വാമികൾ വിശദീകരിക്കുന്നു. നമ്മുടെ ജീവിതം സന്തോഷം, ദുഃഖം, വിജയം, പരാജയം എന്നീ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സമയവും കടന്നു പോകും എന്ന മനോഭാവമായിരിക്കണം നമുക്ക് വേണ്ടത്. സുഖദുഃഖാദികൾ വന്നു പോകുന്നവയാണെന്നറിഞ്ഞ് അവയ്ക്കടിമപ്പെടാതെ ബാധിക്കപ്പെടാതെ തിദിക്ഷ ശീലിക്കൂ എന്ന് ഭഗവാൻ നമ്മോട് അരുളി ചെയ്യുന്നു. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.